സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് ജോലി ലഭിക്കാനുള്ള വ്യവസ്ഥകളിൽ സർക്കാർ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ പരിഷ്കാരങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. പുതിയ വ്യവസ്ഥകൾ താഴെ കൊടുക്കുന്നു. പ്രായപരിധി. സർവീസിലിരിക്കെ ജീവനക്കാരൻ മരണമടയുന്ന സമയത്ത് ആശ്രിതർക്ക് 13 വയസ്സ് തികഞ്ഞിരിക്കണം. ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ മൂലം സർവീസിൽ തുടരാനാകാതെ വിരമിക്കുന്ന ജീവനക്കാർ, ഇൻവാലിഡ് പെൻഷനർമാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് ആശ്രിത നിയമനത്തിന് അർഹതയില്ല. അർഹരായവർ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോളേജ് പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെ അധ്യാപകരുടെ ആശ്രിതർക്ക് നിയമനത്തിന് അർഹതയുണ്ട്. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ആശ്രിതർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. സ്വമേധയാ വിരമിച്ച ജീവനക്കാരുടെ ആശ്രിതർക്കും അർഹതയില്ല. അർഹരായ ആശ്രിതർ: വിധവ, വിഭാര്യൻ, മകൻ, മകൾ, ദത്തെടുത്ത മകൻ, ദത്തെടുത്ത മകൾ. അവിവാഹിതരായ ജീവനക്കാരനാണെങ്കിൽ അച്ഛൻ, അമ്മ. അവിവാഹിതരായ സഹോദരി, സഹോദരൻ എന്നിവർക്ക് മുൻഗണനാക്രമം അനുസരിച്ച് അർഹതയുണ്ട്. മറ്റു വ്യവസ്ഥകൾ: ആശ്രിതർ തമ്മിൽ അഭിപ്രായ സമന്വയമുണ്ടെങ്കിൽ അതുപോലെ നിയമനം നൽകാം. സമന്വയമില്ലെങ്കിൽ മുൻഗണനാക്രമത്തിൽ നിയമനം നൽകും. മരണസമയത്ത് വിവാഹിതരായ മക്കൾ വിവാഹശേഷവും മരണമടഞ്ഞ ഉദ്യോഗസ്ഥനെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത് എന്ന തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് നൽകണം. വിധവ, വിഭാര്യൻ ഒഴികെയുള്ള ആശ്രിതർ അവരുടെ സമ്മതപത്രം കൂടി അപേക്ഷയോടൊപ്പം നൽകണം. ആശ്രിതർ തമ്മിൽ തർക്കമുണ്ടായാൽ വിധവ, വിഭാര്യൻ നിർദ്ദേശിക്കുന്ന ആൾക്ക് നിയമനം നൽകും. വിവാഹമോചിതരായ സർക്കാർ ജീവനക്കാർ മരണപ്പെട്ടാൽ മക്കൾക്ക് മകൻ, മകൾ, ദത്തുപുത്രൻ, ദത്തുപുത്രി എന്നീ മുൻഗണനാക്രമത്തിൽ നിയമനം നൽകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയിൽ പ്രവേശിച്ചവർക്ക് ഈ പദ്ധതി പ്രകാരം നിയമനം ലഭിക്കില്ല. നിയമപരമായി ആദ്യ ഭാര്യ ഭർത്താവിനെ വേർപിരിഞ്ഞ് പുനർവിവാഹം ചെയ്യുന്ന കേസുകളിൽ ആദ്യ ഭാര്യ ഭർത്താവിലുണ്ടായ കുട്ടികൾക്കും അർഹതയുണ്ട്. പൊതുഭരണ സർവീസസ് ഡി വകുപ്പ് തയ്യാറാക്കുന്ന ഏകീകൃത സീനിയോറിറ്റി ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഒഴിവുകൾ അനുവദിക്കുന്നത്. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കും. മരണപ്പെട്ട ജീവനക്കാരന്റെ കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. നേരിട്ടുള്ള നിയമനം രീതിയായുള്ള സബോർഡിനേറ്റ് സർവീസിലെ ക്ലാസ് 3, ക്ലാസ് 4 തസ്തികകളിലേക്കും ലാസ്റ്റ് ഗ്രേഡ് സർവീസ്, പാർട്ട് ടൈം കണ്ടിജന്റ് സർവീസുകളിലെ തസ്തികകളിലേക്കുമാണ് ആശ്രിത നിയമനം നടത്തുന്നത്. ഓരോ തസ്തികയിലും നേരിട്ടുള്ള നിയമനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി തന്നെയായിരിക്കും ആശ്രിത നിയമനത്തിനും ബാധകം. അപേക്ഷകൻ 18 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ ജീവനക്കാരൻ മരണമടഞ്ഞ തീയതി മുതൽ 3 വർഷത്തിനകവും, 18 വയസ്സിന് താഴെയുള്ള ആളാണെങ്കിൽ 18 വയസ്സ് പൂർത്തിയായി 3 വർഷത്തിനകവും അപേക്ഷ നൽകണം. വിധവ, വിഭാര്യൻ എന്നിവരുടെയും അവിവാഹിതനായ സർക്കാർ ജീവനക്കാരന്റെ പിതാവ്, മാതാവ് എന്നിവരുടെയും പാർട്ട് ടൈം കണ്ടിജന്റ് തസ്തികകളിലേക്കുള്ള നിയമനത്തിലും ഉയർന്ന പ്രായപരിധി ബാധകമല്ല. കൂടുതൽ വിവരങ്ങൾക്കായി പൊതുഭരണ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക.